ഹരേ കൃഷ്ണ. നമ്മുടെ സംസാര ജീവിതത്തിൽ മൗനയോഗത്തിൻ്റെ പ്രാധാന്യം എന്താണ്? അതുപോലെ ആരാണ് ഈ ജീവിതത്തിൽ ഏറ്റവും ശക്തൻ? നമുക്കൊന്ന് നോക്കിയാലോ. മൗനയോഗത്തിൻ്റെ ആദ്യ പടി വായ അടയ്ക്കലല്ല, നിരീക്ഷണമാണ്. പലരും മൗനത്തെ തെറ്റിദ്ധരിക്കുന്നു. സംസാരിക്കാതിരിക്കുക, ആളുകളിൽ നിന്ന് മാറി നിൽക്കുക, ഒരു മുറിയിൽ ഒറ്റയ്ക്കിരിക്കുക, ഇതൊക്കെയാണ് മൗനം എന്ന് കരുതുന്നു. എന്നാൽ ഒരു മനുഷ്യൻ മണിക്കൂറുകളോളം സംസാരിക്കാതിരുന്നാലും അവൻ്റെ ഉള്ളിൽ 1000 ശബ്ദങ്ങൾ ഉയരുന്നുണ്ടാകാം. അപ്പോൾ അത് മൗനമല്ല, ശബ്ദത്തിൻ്റെ മറ്റൊരു രൂപം മാത്രമാണ്. മൗനം ആരംഭിക്കുന്നത് നാവിൽ നിന്നല്ല, ബോധത്തിൽ നിന്നാണ്. ഒരു ദിവസം ജീവിതത്തിൻ്റെ തിരക്കിനിടയിൽ നിൽക്കുക, പിന്നെ നമ്മെ തന്നെ നോക്കുക. നാം സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എന്തിനാണ് സംസാരിക്കുന്നത്? അറിയിക്കാൻ വേണ്ടിയോ അതോ സ്വയം തെളിയിക്കാൻ വേണ്ടിയോ? കോപിക്കുമ്പോൾ ശ്രദ്ധിക്കുക, കോപം എവിടെ നിന്നാണ് വരുന്നത്? മുറിവേറ്റ അഹങ്കാരത്തിൽ നിന്നോ അതോ യഥാർത്ഥ ധർമ്മബോധത്തിൽ നിന്നോ എന്ന് ചിന്തിക്കുക. ഭയപ്പെടുമ്പോൾ ശ്രദ്ധിക്കുക, ഭയം യാഥാർത്ഥ്യത്തിൽ നിന്നാണോ അതോ സംഭവിക്കാത്ത നാളെയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ നിന്നാണോ എന്ന് ചിന്തിക്കുക. സന്തോഷിക്കുമ്പോഴും ശ്രദ്ധിക്കണം, സന്തോഷം എത്ര വേഗം വരുന്നു, എത്ര വേഗം പോകുന്നു? ഈ ശ്രദ്ധിക്കലാണ് മൗനയോഗത്തിൻ്റെ ആദ്യ ദീക്ഷ എന്ന് പറയുന്നത്. കാരണം ജീവിതത്തിൽ ആദ്യമായി ലോകത്തെ കാണുന്നത് നിർത്തി നമ്മെ തന്നെ കാണാൻ തുടങ്ങുകയാണ്. ഒരു നദിക്കരയിൽ നിൽക്കുന്ന മനുഷ്യൻ വെള്ളത്തിൻ്റെ ഒഴുക്ക് നോക്കുന്നത് പോലെ നീ നിന്റെ മനസ്സിൻ്റെ ഒഴുക്ക് കാണാൻ തുടങ്ങുന്നു. ചിന്തകൾ വരുന്നു, ഓർമ്മകൾ വരുന്നു, ആഗ്രഹങ്ങൾ വരുന്നു, ഭയങ്ങൾ വരുന്നു. പക്ഷേ അവയുടെ കൂടെ ഒഴുകിപ്പോകാതെ അവയെ കാണാൻ പഠിക്കുക. അവിടെയാണ് പരിവർത്തനം ആരംഭിക്കുന്നത്. നിരീക്ഷണമില്ലാത്ത മൗനം അടിച്ചമർത്തലാണ്. അത് അഗ്നിയെ ചാരത്തിനടിയിൽ മറച്ചുവെക്കുന്നത് പോലെയുമാണ്. പക്ഷേ നിരീക്ഷണത്തോടെ വരുന്ന മൗനം പരിവർത്തനമാണ്. അത് അഗ്നിയെ പ്രകാശമാക്കി മാറ്റുന്നത് പോലെയാണ്. മൗനയോഗം ചിന്തകളെ ശത്രുവായി കാണുന്നില്ല, അവയെ ഇല്ലാതാക്കാനും ശ്രമിക്കുന്നില്ല. കാരണം ചിന്തകൾ സ്വാഭാവികമാണ്. ആകാശത്തിൽ മേഘങ്ങൾ വരുന്നത് പോലെ, സമുദ്രത്തിൽ തിരമാലകൾ ഉയരുന്നത് പോലെ മൗനയോഗം ചെയ്യുന്നത് ഒറ്റ കാര്യമേയുള്ളൂ. ചിന്തകളുടെ അടിമയായ മനുഷ്യനെ ചിന്തകളുടെ യജമാനനാക്കുന്നു. ഒരു ദിവസം നീ തിരിച്ചറിയും, എൻ്റെ മനസ്സിൽ ചിന്തകളുണ്ട്, പക്ഷേ ഞാൻ ചിന്തകളല്ല. എൻ്റെ ഹൃദയത്തിൽ വികാരങ്ങളുണ്ട്, പക്ഷെ ഞാൻ വികാരങ്ങളല്ല. എൻ്റെ ജീവിതത്തിൽ സംഭവങ്ങളുണ്ട്, പക്ഷെ ഞാൻ സംഭവങ്ങളല്ല. ആ തിരിച്ചറിവിൻ്റെ ആദ്യ കിരണമാണ് മൗനയോഗത്തിൻ്റെ ഉദയം എന്ന് പറയുന്നത്. അവിടെ നിന്ന് യാത്ര തുടങ്ങുന്നു. വായ അടയ്ക്കുന്ന മൗനത്തിൽ നിന്ന് മനം ശാന്തമാകുന്ന മൗനത്തിലേക്ക്, മനം ശാന്തമാകുന്ന മൗനത്തിൽ നിന്ന് ആത്മാവ് പ്രത്യക്ഷപ്പെടുന്ന മൗനത്തിലേക്ക്. മൗനം സംസാരിക്കാതിരിക്കുന്നതല്ല, ഉള്ളിൽ ആരാണ് സംസാരിക്കുന്നത് എന്ന് കാണുന്നതാണ്. ചിന്തകളെ തോൽപ്പിക്കുന്നവൻ ശക്തനല്ല, ചിന്തകളെ നിരീക്ഷിക്കുന്നവനാണ് ശക്തൻ. മൗനയോഗത്തിൻ്റെ ആദ്യപടി നാവിനെ നിയന്ത്രിക്കലല്ല, ശ്രദ്ധയെ ഉണർത്തലാണ്. നീ മനസ്സിനെ കാണാൻ തുടങ്ങുന്ന നിമിഷം മനസ്സ് നിന്നെ നിയന്ത്രിക്കുന്നത് അവസാനിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ മനസ്സിലെ കാലുഷ്യങ്ങൾ അടങ്ങി, ബഹളങ്ങൾ ഒതുങ്ങി, മനസ്സ് ശാന്തമാവാൻ തുടങ്ങുന്നു. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ.